അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധിനിവേശം അത് ഇസ്രായേൽ നടത്തുന്നതല്ല, അത് ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അമേരിക്ക നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധിനിവേശം തന്നെയാണ്. അതൊരു കൊളോണിയലിസം തന്നെയാണ്. അത് ഈ ബാങ്കിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അത് ഈ പണം നിക്ഷേപിച്ച് പലിശ വാങ്ങി മൂലധനം പെരുപ്പിക്കുന്ന ഒരു ഏർപ്പാടാണല്ലോ ബാങ്കിങ് എന്ന് പറയുന്നത്. അത് മുതലാളിത്തത്തിൻ്റെ ഒരു യുക്തിയാണ്. ആ മുതലാളിത്തത്തിൻ്റെ ബാങ്കിങ് സംവിധാനവും ഈ പറയുന്ന വ്യാവസായിക മൂലധനവും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ധനമൂലധനം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായി വരുന്നത്. ഒരുപക്ഷെ ഈ സാമ്രാജ്യത്വം എന്ന് പറയുന്ന മുതലാളിത്ത ക്രമം ലോകത്ത് രൂപപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഇന്ന് പറയുന്ന ഈ പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ഇന്ന് സാമ്രാജ്യത്വവും കൊളോണിയലിസവും എന്ന ഒരു പ്രമേയത്തെ മുൻനിർത്തിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് വാക്കും നാം നിരന്തരം എന്നവണ്ണം നമ്മുടെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ വ്യവഹാരങ്ങളിൽ ഉപയോഗിച്ചു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായ ഒരു അവതരണം ഈ പ്രമേയങ്ങളെക്കുറിച്ച് വേണമെന്നില്ല. ചില പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുള്ളൂ. സാമ്രാജ്യത്വം എന്നത് വളരെ ആധുനികമായ ഒരു പ്രവണതയാണ്. ആധുനികം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മുതലാളിത്ത സമൂഹത്തിൻ്റെ ഉൽപ്പാദനക്രമത്തിൽ നിന്നാണ് സാമ്രാജ്യത്വവും അതുവഴി കൊളോണിയലിസവും രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ഇവ രണ്ടും മുതലാളിത്ത ശക്തികളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചുരുക്കം. നമുക്കറിയാം, മനുഷ്യൻ്റെ ഉൽപ്പാദന വ്യവസ്ഥ ഈ കാർഷിക സമ്പദ്ഘടനയിൽ നിന്ന് മാറി വ്യാവസായിക സമ്പദ്ഘടനയിലേക്കും പ്രത്യേകിച്ചും മൂലധനാധിഷ്ഠിതമായ വ്യവസായങ്ങളിലേക്കും ഒക്കെ ചുവട് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഒരു പ്രവണത ചരിത്രത്തിൽ കണ്ടുവരുന്നത്. ഒരർത്ഥത്തിൽ അത് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ ആരംഭിച്ച് 20-ാം നൂറ്റാണ്ടോടുകൂടി ശക്തമായ ഒരു പ്രവണതയാണ് ഈ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ആദ്യകാലത്ത് നമുക്കറിയാം, ഇതിൻ്റെ എല്ലാം പ്രഭവം യൂറോപ്പാണ്. ഇപ്പോൾ യൂറോപ്പിൽ വ്യവസായങ്ങൾ വളർന്നു വന്നു. വ്യാവസായിക ഉൽപ്പാദനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, കാർഷികോൽപ്പാദനത്തിൽ നിന്ന് വ്യത്യസ്തമായി വ്യാവസായിക ഉൽപ്പാദനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ലാഭം ഉണ്ടാക്കാനുള്ള മൂലധന താൽപ്പര്യം അല്ലെങ്കിൽ മുതലാളിത്ത താൽപ്പര്യം ആണ്. കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ ഈ ലാഭം എന്ന് പറയുന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ല. കൃഷി ചെയ്യുക, അതിജീവിക്കുക എന്ന ഒരു പ്രവണത മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും അതിൻ്റെ വാണിജ്യവും അത് വ്യാപകമാവുന്നത് ഈ മുതലാളിത്തത്തിൻ്റെ കാലത്താണ്. അപ്പോൾ അത് ആദ്യകാലത്ത് മുതലാളിത്തം ചില യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കകത്ത് ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായ ഈ അമിതോൽപാദനം മൂലം ഉണ്ടാകുന്ന ചരക്കുകൾ വിറ്റഴിക്കാൻ അവർക്ക് സ്വന്തം രാജ്യത്തെ കമ്പോളം മതിയാകാതെ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് അവർ ഈ പറയുന്ന ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തുകയും പുതിയ രാജ്യങ്ങൾ
പല ഭൂഖണ്ഡങ്ങൾ, അവർക്ക് പരിചയമില്ലാത്ത പല ഭൂഖണ്ഡങ്ങളിലേക്ക് അവർ എത്തിച്ചേരുകയും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്ന കമ്പോളം കണ്ടെത്താൻ ആരംഭിക്കുകയും ചെയ്തു. ഇങ്ങനെ മറ്റ് നാടുകളിലേക്ക് അവർ നടത്തിയ യാത്രകൾ, കച്ചവടത്തിൻ്റെ ലക്ഷ്യത്തോടു കൂടി അവർ നടത്തിയ യാത്രകൾ, അത് അവിടെ വിഭവങ്ങൾ, അവരുടെ ചരക്കുകൾ വിറ്റഴിക്കുക എന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും അവരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്താനും അവർ ശ്രമിച്ചു എന്നതാണ് പ്രത്യേകത. അങ്ങനെ പല യൂറോപ്പേതര രാജ്യങ്ങളിൽ നിന്ന് പലതരം വിഭവങ്ങൾ, അടിസ്ഥാന അസംസ്കൃത വസ്തുക്കൾ കണ്ടെടുക്കുകയും അത് യൂറോപ്പിലെത്തിച്ച് അവരുടെ വ്യവസായത്തിനാവശ്യമായ വിഭവങ്ങളാക്കി മാറ്റുകയും ചെയ്തു എന്നതാണ്. അങ്ങനെ രണ്ട് തരത്തിലാണ് ഈ യൂറോപ്പ് ഈ കാലത്ത് മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നത്. ഒന്ന്, അവരുടെ അമിതോൽപാദനത്തിൻ്റെ ഭാഗമായുള്ള ലാഭം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ ചരക്കുൽപാദനം, ആ ചരക്കുൽപാദനത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന ചരക്കുകൾ, അത് ലോകരാഷ്ട്രങ്ങളിൽ പലയിടങ്ങളിലും വിൽക്കാനുള്ള കമ്പോളം കണ്ടെത്തുക, തിരിച്ച് അത്തരം ഈ മുതലാളിത്ത ഉൽപ്പാദന വ്യവസ്ഥയിലേക്ക് കടന്നു കഴിഞ്ഞിട്ടില്ലാത്ത, അവരതിനെ അവികസിത രാജ്യങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്, ഈ അവികസിത രാജ്യങ്ങളിൽ നിന്ന് അവരുടെ വ്യവസായത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളും വിഭവങ്ങളും കണ്ടെത്തുക. ഈ തരത്തിൽ യൂറോപ്പിലെ വ്യാവസായിക രാജ്യങ്ങൾ യൂറോപ്പേതര രാജ്യങ്ങളുമായി ഒരു ദ്വിമുഖ ബന്ധം പുലർത്തിയിരുന്നു എന്ന് പറയാം. ഇങ്ങനെ വരുമ്പോൾ മുതലാളിത്തത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, മുതലാളിത്തം അമിതോൽപാദനം നിർവഹിക്കുകയും ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദന പ്രവർത്തനം നിർവഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, മുതലാളിത്ത ശക്തികൾ തമ്മിലുള്ള മത്സരമാണ് അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഈ മുതലാളിത്ത ശക്തികൾ തമ്മിലുള്ള മത്സരം സ്വാഭാവികമായും യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ചും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായി ആ മത്സരം വളരെ കടുത്ത മത്സരമായി തീർന്നു. അങ്ങനെ മുതലാളിത്ത ശക്തികൾ തമ്മിലുള്ള മത്സരമാണ് യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിന് കാരണമായി തീർന്നത്. അപ്പോൾ മുതലാളിത്തം, ആദ്യകാലത്ത് മുതലാളിത്ത ശക്തികൾ പ്രവർത്തിച്ചിരുന്നത് അതത് രാഷ്ട്രങ്ങൾക്കകത്തായിരുന്നു. പക്ഷേ അതിന് വിഭവങ്ങൾ കണ്ടെത്തുന്നതിനും ചരക്കുകൾ വിറ്റഴിക്കുന്നതിനും മറ്റു രാജ്യങ്ങളിലെ കമ്പോളങ്ങൾ പിടിച്ചെടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പിടിച്ചെടുക്കേണ്ടതായിട്ട് വന്നപ്പോൾ സ്വാഭാവികമായും ഈ മുതലാളിത്ത ശക്തികൾ തമ്മിലുള്ള മത്സരം ഒരു ചരിത്ര പ്രക്രിയയുടെ ഭാഗമായി മാറി എന്നതാണ് കാര്യം. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മത്സരത്തിൻ്റെ ഭാഗമായി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നേരത്തെ ഞാൻ പറഞ്ഞ വ്യാവസായികവൽക്കരണത്തിലേക്കോ വ്യാവസായിക മുതലാളിത്തത്തിലേക്കോ കടന്നു വന്നിട്ടില്ലാത്ത പഴയ രീതിയിൽ അതിജീവനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹങ്ങളെ, രാഷ്ട്രങ്ങളെ, പ്രദേശങ്ങളെ അവർ കീഴടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ സ്വാഭാവികമായും മുതലാളിത്ത ശക്തികൾ നിർവഹിക്കാൻ ആരംഭിച്ചു. മാത്രമല്ല അവർ അതിലൂടെ സൈനികമായിട്ടുള്ള നീക്കങ്ങൾ പലപ്പോഴും നിർവഹിച്ചു. അതുപോലെ ഈ വളരെ പ്രധാനപ്പെട്ട ഈ വഴികളിലൂടെയെല്ലാം അവർ പല രാജ്യങ്ങളെയും കീഴടക്കി. അങ്ങനെ ഈ പൊളിറ്റിക്കൽ ഡോമിനേഷൻ, അതാണ് സാമ്രാജ്യത്വത്തിന് അതിൻ്റെ മത്സരത്തിൽ, അതായത് മുതലാളിത്ത ശക്തികൾക്ക് അതിൻ്റെ മത്സരത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ പ്രധാനമാണ് എന്ന് വന്നു. അങ്ങനെ അവർ ഈ നമ്മൾ അവികസിത രാജ്യങ്ങളെന്ന് അവർ വിളിച്ച ഈ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ ജീവിച്ചിരുന്ന പ്രദേശങ്ങളെ അവർ കീഴ്പ്പെടുത്തുന്നു.
രാഷ്ട്രീയമായി തന്നെ കീഴ്പ്പെടുത്തുന്നു. ഞാനിതൊക്കെ പറയുമ്പോൾ ഉദാഹരണം പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഇന്ത്യ തന്നെയാണ് അതിൻ്റെ ഒരു വലിയ ഉദാഹരണം. നമ്മളെങ്ങനെയാണ് യൂറോപ്പിലെ ആദ്യകാലത്ത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും മറ്റും ഇവിടെ വന്നു, അവർ കച്ചവട താല്പര്യത്തോടു കൂടിയാണ് വന്നത്. എന്നാൽ പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവട താല്പര്യത്തോടു കൂടി വരികയും മറ്റുള്ള ഈ പറഞ്ഞ മുതലാളിത്ത ശക്തികളെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ കടന്നു വരികയും അവരുടെ വ്യവസായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മൂലധന താല്പര്യങ്ങൾക്കപ്പുറം ഒരു ഘട്ടത്തിൽ അവർ ഇന്ത്യയെ അവരുടെ കോളനിയാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ ഈ കോളനിയാക്കുക എന്ന് പറഞ്ഞ അർത്ഥം സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ടെറിറ്റോറിയൽ എക്സ്പാൻഷൻ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഭൂതലത്തിൽ അവരെ സ്വയം വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പുതിയ ഭൂമണ്ഡലങ്ങൾ അവരുടേതാക്കി മാറ്റുന്നു എന്നർത്ഥം. അതാണ് ഈ ടെറിറ്റോറിയൽ എക്സ്പാൻഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തങ്ങളാണ് ഉയർന്ന സംസ്കാരത്തിനുടമകൾ എന്നും അങ്ങനെ ഉയർന്ന സംസ്കാരത്തിൻ്റെ ഉടമകളായിട്ടുള്ള തങ്ങളുടെ സംസ്കാരം അല്ലെങ്കിൽ തങ്ങളുടെ ഭാഷ, തങ്ങളുടെ ലോകവീക്ഷണം എന്നിവ ഈ പറയുന്ന അവരുടെ കൊളോണിയൽ മൂലധന താല്പര്യങ്ങൾക്ക് അനുസൃതമായി അവർ പിടിച്ചെടുത്ത ഈ പുതിയ പ്രദേശങ്ങളിൽ തങ്ങളുടെ സാംസ്കാരികമായ അധിനിവേശം അത് ഉറപ്പിക്കാനും വാസ്തവത്തിൽ അവർ ശ്രമിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതിനെയാണ് നമ്മൾ കൾച്ചറൽ ഇമ്പീരിയലിസം, സാംസ്കാരികമായിട്ടുള്ള സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ പ്രദേശങ്ങളെ കീഴടക്കുകയും അവിടുത്തെ അധികാരം തങ്ങളുടെ കൈകളിൽ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് പൊളിറ്റിക്കൽ ഇമ്പീരിയലിസം എങ്കിൽ, ആ പ്രദേശങ്ങളിലെ അതായത് കീഴടക്കിയ അല്ലെങ്കിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളിലെ സംസ്കാരം അധമമാണ് എന്ന് ആ പ്രദേശത്തെ ജനങ്ങളെ കൊണ്ട് തന്നെ ബോധിപ്പിക്കുകയും അങ്ങനെ പ്രത്യയശാസ്ത്രപരമായി തങ്ങളുടെ മേൽക്കോയ്മയെ ഈ കീഴടക്കപ്പെട്ട ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന സവിശേഷമായ സാംസ്കാരിക അധിനിവേശവും ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ആരംഭിക്കുന്നത് ഒരു സാമ്പത്തിക പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂഡലിസത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്കുള്ള കടന്നുവരവിൻ്റെ ഭാഗമായാണ് സംഭവിക്കുന്നതെങ്കിലും അത് ആ സമ്പദ്ഘടനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. സമ്പദ്ഘടനയിൽ നിന്നത് സാംസ്കാരികമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളിലേക്കും അങ്ങനെ മനുഷ്യനെ തന്നെ മാറ്റിത്തീർക്കുന്നതിലേക്കും ഈ സാമ്രാജ്യത്വവും ആ സാമ്രാജ്യത്വവും അതിൻ്റെ പിന്തുടർന്നു വരുന്ന കൊളോണിയലിസവും കാരണമായി തീർന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ ഈ നേരത്തെ പറഞ്ഞ മുതലാളിത്തത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു തന്ത്രം ആണ്. മുതലാളിത്ത വികസനത്തിൻ്റെ അല്ലെങ്കിൽ വികാസത്തിൻ്റെ ഒരു തന്ത്രം ആണ് സാമ്രാജ്യത്വം. കൊളോണിയലിസം എന്നുള്ളത് അതിൻ്റെ പ്രായോഗിക രൂപമാണ്. ഒരർത്ഥത്തിൽ നമുക്കതിനെ ഒരു പോളിസിയാണ്. ഈ ഇമ്പീരിയലിസം എന്നുള്ളത് ഒരു പോളിസിയും കൊളോണിയലിസം എന്നുള്ളത് അതിൻ്റെ പ്രാക്ടീസുമാണ് എന്ന് പറയാം. ആ തരത്തിലാണ് ഇവ രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സാമ്രാജ്യത്വത്തെയും കൊളോണിയലിസത്തെയും വേർതിരിച്ച് കാണാൻ പറ്റില്ല. അതെപ്പോഴും ഒരുമിച്ചാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ ഈ കീഴടക്കപ്പെട്ട പ്രദേശങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വംശീയമായിട്ടുള്ള ചില ആശയങ്ങൾ അവതരിപ്പിക്കാനും അതിനെ ഉറപ്പിക്കാനും ഈ പറയുന്ന സാമ്രാജ്യത്വ ശക്തികൾ അഥവാ കൊളോണിയൽ ശക്തികൾ ശ്രമിച്ചു. അതിലവരെ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ വെള്ളക്കാരായ യൂറോപ്യന്മാരാണ് വംശീയമായി ഏറ്റവും ഉയർന്നു നിൽക്കുന്നവരെന്നും മറ്റു പ്രദേശങ്ങളിലെ മനുഷ്യരുടെ വിശ്വാസങ്ങൾ, അവരുടെ ശരീരത്തിൻ്റെ നിറം, അവരുടെ ബുദ്ധി, അവരുടെ ഭാവനാലോകം, ആവിഷ്കാരം ഇതെല്ലാം ആധുനികമല്ല, അതെല്ലാം പ്രാചീനമാണ്, അതുകൊണ്ട് തന്നെ ഒക്കെ അധമമാണ് എന്ന ഒരു റേഷ്യൽ വംശീയ ധാരണകൾ ഈ കീഴടക്കപ്പെട്ട ജനതയുടെ ബോധത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിനും കൊളോണിയലിസത്തിനും സാധിച്ചു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇങ്ങനെ
പിന്നെ മാത്രമല്ല ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾക്കിടയിലുള്ള യുദ്ധം, അതുപോലെ ഈ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആയുധക്കച്ചവടം, അതിൽ നിന്നുള്ള ലാഭം, അങ്ങനെ എല്ലാറ്റിനെയും ലാഭാധിഷ്ഠിതമായി അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രകൃതി ചൂഷണം, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ ഈ സാമ്രാജ്യത്വം എന്ന് പറയുന്ന മുതലാളിത്ത ക്രമം ലോകത്ത് രൂപപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഇന്ന് പറയുന്ന ഈ പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അത് മണ്ണിനെ തുരന്നും അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിച്ചും ഈ വിഭവങ്ങൾ കണ്ടെത്തി തങ്ങളുടെ വ്യാവസായിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പടയോട്ടമായിരുന്നു വാസ്തവത്തിൽ സാമ്രാജ്യത്വം നിർവഹിച്ചത്. അങ്ങനെ എല്ലാ വിഭവങ്ങളും മനുഷ്യന് അഥവാ മുതലാളിത്തത്തിന്, മനുഷ്യനെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് ശരിയല്ല, മുതലാളിത്തത്തിന് ലാഭമുണ്ടാക്കാനുള്ളതാണ് പ്രകൃതി വിഭവങ്ങൾ എന്ന ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങളുടെയൊക്കെ തുടക്കം. അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നെ ആത്യന്തികമായിട്ടുള്ള ഒരു ആകത്തുകയാണ്, അല്ലെങ്കിൽ ഇതിനെ ആകത്തുകയായിട്ടാണ് നമ്മൾ പൊതുവെ സാമ്രാജ്യത്വം എന്നും അതിൻ്റെ പ്രയോഗത്തെയാണ് നമ്മൾ കൊളോണിയലിസം എന്നും വിളിക്കുന്നത്. സൈദ്ധാന്തികമായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ചില ചിന്തകരുടെ, അവരുടെ എല്ലാവരുടെയും എല്ലാ ആശയങ്ങളും പറയാൻ നമുക്ക് സമയമില്ല. എങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ നിർബന്ധമായി നോക്കിയിരിക്കേണ്ട ചില ചിന്തകരുണ്ട്. അതിലൊരാൾ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മാർക്സ് തന്നെയാണ്. കാരണം മുതലാളിത്തത്തെക്കുറിച്ചുള്ള വളരെ ഗഹനമായ ആലോചനകൾ വളരെ യുക്തിപൂർവം അവതരിപ്പിച്ച ഒരു ചിന്തകനാണ് കാൾ മാർക്സ്. മറ്റൊരാൾ അദ്ദേഹത്തെ പിന്തുടർന്നു വന്ന മാർക്സിസ്റ്റ് രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ച ലെനിൻ ആണ്. സാമ്രാജ്യത്വത്തെക്കുറിച്ചുള്ള ലെനിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രബന്ധം, അതായത് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെ തന്നെ ഒരു ഉയർന്ന ഘട്ടമാണ് എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായ ഒരു നിരീക്ഷണം ലെനിൻ നിർവഹിക്കുന്നുണ്ട്. അതുപോലെ ഈ ജോൺ ഹോബ്സൺ എന്ന ചിന്തകൻ, അതുപോലെ കൾച്ചറൽ ഇമ്പീരിയലിസത്തെക്കുറിച്ച് പഠിച്ച പലസ്തീനിയൻ ചിന്തകനായിട്ടുള്ള എഡ്വേർഡ് സെയ്ദ്, അതുപോലെ ആഫ്രിക്കയിൽ നിന്ന് ഇതൊക്കെ കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളാണ്. ഈ ഇമ്പീരിയലിസത്തിൻ്റെ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെ തിക്താനുഭവങ്ങൾ ഉണ്ടായ നാടുകളാണല്ലോ ഈ പറയുന്ന ആഫ്രിക്കയും ഏഷ്യയൊക്കെ. അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വന്ന ഫ്രാൻസ് ഫാനൻ, ഇവരൊക്കെ ഈ ഇമ്പീരിയലിസത്തെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ലെനിൻ അവതരിപ്പിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് ചുരുക്കി പറയാം. കാരണം അത് വളരെ പ്രധാനമാണ് ഇമ്പീരിയലിസത്തെക്കുറിച്ച് പറയുമ്പം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇമ്പീരിയലിസം അല്ലെങ്കിൽ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അത് ആക്സിഡൻ്റൽ അല്ല, അത് ആകസ്മികമായി സംഭവിക്കുന്നതല്ല. മറിച്ച് അത് പിന്നെ ഒരു ചരിത്ര പ്രക്രിയയുടെ, ഇത് മുതലാളിത്ത വികാസത്തിൻ്റെ ഈ ചരിത്ര പ്രക്രിയയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ ഉണ്ടായി വന്നതാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം അതിന് സാമ്രാജ്യത്വത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം മൂലധനത്തിന് ഒരിക്കലും ഒരു രാഷ്ട്രത്തിൻ്റെ അതിർത്തിക്കകത്ത് ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല. മൂലധനം എല്ലായ്പ്പോഴും അതിങ്ങനെ പുതിയ പിന്നെ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിച്ച് ഒഴുകിപ്പരക്കും. അപ്പോൾ നമ്മൾ രാഷ്ട്രീയമായി വരച്ചു വെച്ച, ഭൂപടത്തിൽ വരച്ചു വെച്ച അതിർത്തികളൊന്നും തന്നെ മൂലധനത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. അതിന് ലാഭം വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ഇല്ലാതെ പറ്റില്ല. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഈ നമ്മൾ പറയുന്ന മോണോപ്പൊളി, കുത്തക എന്നുള്ളത് മുതലാളിത്തത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മോണോപ്പൊളി എന്ന് പറയുന്നത്, മോണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ട്രസ്റ്റുകളിലൂടെയോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളിലൂടെയോ ഒക്കെ മൂലധനം സമാഹരിച്ച് അതിൻ്റെ കുത്തക, ഇനിയാണ് നമ്മൾ മോണോപ്പൊളി എന്ന് പറയുന്നത്. അങ്ങനെ ഈ മൂലധന കുത്തക എന്ന് പറയുന്നത് അത് മുതലാളിത്തത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.
അങ്ങനെ ഈ പിന്നെ മൂലധനം എന്ന് പറയുന്നത് അത് കുമിഞ്ഞുകൂടുകയും അതിന് മുകളിൽ ചില അധികാരശക്തികൾ രൂപപ്പെട്ട് വരും ചെയ്യുമ്പോഴാണ് നമ്മളതിനെ കുത്തക എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കുത്തക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുതലാളിത്തത്തിൻ്റെ സ്വഭാവമാണ് കുത്തകകൾ. കുത്തകകളില്ലാതെ മുതലാളിത്തത്തിന് നിലനിൽക്കാൻ കഴിയില്ല. ഇവർ തമ്മിലുള്ള മത്സരവും മുതലാളിത്തത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള സ്വഭാവമാണ് എന്നതാണ് പ്രത്യേകത. മാത്രമല്ല, ഈ മൂലധനം നേരത്തെ പറഞ്ഞ പോലെ വ്യാവസായിക മൂലധനമായിട്ടാണത് ആരംഭിക്കുന്നതെങ്കിലും പിന്നീട് അത് നമുക്കറിയാവുന്ന പോലെ ഫിനാൻസ് മൂലധനമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ലെനിൻ നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അതായത് പിന്നെ ഈ വ്യവസായ മൂലധനവും ബാങ്കിൻ്റെ മൂലധനവും കൂടി ഫ്യൂസ് ചെയ്യുന്ന, അത് രണ്ടും കൂടി ഉരുകിച്ചേർന്ന് ഒന്നായിത്തീരുന്ന ഈ നമ്മൾ പറയുന്ന ഈ ഫിനാൻസ് ക്യാപിറ്റൽ, ധനമൂലധനത്തിൻ്റെതായിട്ടുള്ള ഒരു ഘട്ടം ഈ സാമ്രാജ്യത്വത്തിൻ്റെ വികാസത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ വ്യാവസായിക മൂലധനം പിന്നീട് ധനമൂലധനമായി മാറുന്നു. അത് ഈ ബാങ്കിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അത് ഈ പിന്നെ പണം നിക്ഷേപിച്ച് പലിശ പിന്നെ വാങ്ങി മൂലധനം പെരുപ്പിക്കുന്ന ഒരു ഏർപ്പാടാണല്ലോ ബാങ്കിങ് എന്ന് പറയുന്നത്. അത് മുതലാളിത്തത്തിൻ്റെ ഒരു യുക്തിയാണ്. ആ മുതലാളിത്തത്തിൻ്റെ ബാങ്കിങ് സംവിധാനവും ഈ പറയുന്ന വ്യാവസായിക മൂലധനവും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ധനമൂലധനം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായി വരുന്നത്. അപ്പോൾ മുതലാളിത്തം ഇങ്ങനെ അതിൻ്റെ ലാഭം പെരുപ്പിക്കാൻ മനുഷ്യാധ്വാനത്തിലൂടെ ചരക്കുകൾ ഉൽപ്പാദിപ്പിച്ച് അത് വിറ്റ് ലാഭം ഉണ്ടാക്കുക മാത്രമല്ല, പണം കൊണ്ട് തന്നെ പണം പെരുപ്പിക്കാൻ കഴിയുന്ന മൂലധന തന്ത്രങ്ങളും അത് വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മൂലധനത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസം വരുന്നത്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞു, ഈ ചരക്കുകൾ വിറ്റഴിക്കുക എന്നുള്ളതാണ്. അപ്പം എക്സ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചരക്കുകൾ കയറ്റുമതി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ കീഴടക്കപ്പെട്ട രാജ്യങ്ങളിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾ പറയുന്ന ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇവിടെ കമ്പിത്തപാൽ ഏർപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരാണ്, തീവണ്ടി കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്, വ്യവസായങ്ങൾ പലതും ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണെന്നൊക്കെ പറയും. അതൊക്കെ ഇമ്പീരിയലിസത്തിൻ്റെ താല്പര്യങ്ങളാണ്. കാരണം ഈ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കീഴടക്കപ്പെട്ട പ്രവിശ്യകളിൽ തങ്ങളുടെ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ലാഭാധിഷ്ഠിതമായ മൂലധനം കണ്ടെത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മൂലധനത്തിൻ്റെ തന്നെ താല്പര്യങ്ങളാണ് ഈ റെയിലായിട്ടും കമ്പിത്തപാലായിട്ടൊക്കെ വന്നത്. അതല്ലാതെ അത് ഇന്ത്യക്കാരെ സഹായിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമല്ല എന്ന് ചുരുക്കം. അപ്പം ഇങ്ങനെ വളരെ പ്രധാനമായിട്ടും ഇതൊക്കെ ലെനിൻ തന്നെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഭൗതിക വികാസം എന്ന് നമ്മൾ വിളിക്കുന്ന, ഇപ്പോൾ റോഡ് വരിക അല്ലെങ്കിൽ ഒരു റെയിൽ വരിക, അതല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരം വികാസം വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ജനങ്ങളെ സഹായിക്കാനുള്ളതാണ്. പക്ഷേ അതിൻ്റെ പുറകിലൊരു മൂലധന താല്പര്യമുണ്ട്. ആ മൂലധന താല്പര്യം എന്ന് പറയുന്നത് മുതലാളിത്ത ശക്തികൾക്ക് അവരുടെ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അവരുടെ വ്യവസായത്തെയും വ്യാപാരത്തെയും പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഏത് പശ്ചാത്തല വികസനത്തിൻ്റെയും പുറകിലുള്ള പ്രധാനപ്പെട്ട താല്പര്യം. അതൊരു സാമ്രാജ്യത്വ താല്പര്യം തന്നെയാണ് എന്ന് ലെനിൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം മാത്രമല്ല, അവർ പിന്നെ ലോകത്തെ നേരത്തെ പറഞ്ഞ പോലെ അധീശ രാജ്യങ്ങളും കീഴടക്കപ്പെട്ട രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ കോളനികളും സാമ്രാജ്യത്വ ശക്തികളും എന്ന മട്ടിലത് വിഭജിച്ചു. ഈ സാമ്രാജ്യത്വ ശക്തികൾക്ക് വേണ്ടിയുള്ള സൈനിക മത്സരങ്ങൾ നടന്നു. അത് അവസാനം ലോകയുദ്ധത്തിൽ തന്നെ ചെന്ന് കലാശിച്ചത് നമ്മൾ കണ്ടു. അപ്പം ഒന്നാം ലോക യുദ്ധമായാലും രണ്ടാം ലോക യുദ്ധമായാലും അവയെല്ലാം ഈ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ ആത്യന്തികമായ ഫലമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പം ഈ രാഷ്ട്രങ്ങൾക്കിടയിൽ അസമത്വം സൃഷ്ടിക്കുക, ഓരോ രാഷ്ട്രത്തിൻ്റെയും ജനതയ്ക്കിടയിൽ അസമത്വം സൃഷ്ടിക്കുക, മനുഷ്യാധ്വാനത്തെയും മനുഷ്യൻ്റെ എല്ലാതരം സിദ്ധികളെയും ചൂഷണം ചെയ്യുക, അതിനെല്ലാം ചരക്കുവൽക്കരിക്കുക, ആ ചരക്കുവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാറ്റിൽ നിന്നും ലാഭമുണ്ടാക്കുക, ഈ ലാഭം പെരുപ്പിക്കുന്നതിന് വേണ്ടി മത്സരിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യനെയും പ്രകൃതിയെയും ഒക്കെ തകർക്കുന്ന വിധത്തിൽ വിപുലമായ നശീകരണ
ഉൽപ്പാദനം അല്ലെങ്കിൽ നശീകരണ സ്വഭാവമുള്ള ആയുധങ്ങളും അതുപോലുള്ള മറ്റ് സംവിധാനങ്ങളും സൃഷ്ടിക്കുക. ഇതൊക്കെ സത്യത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. അപ്പം ഈ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ ആരുടെ ഒരു തെരഞ്ഞെടുപ്പല്ല, അത് മുതലാളിത്തത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ മൂലധനത്തിൻ്റെ തന്നെ സ്വയം വികാസത്തിൻ്റെ ഒരു സവിശേഷമായ ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ലെനിൻ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്. ഇതൊക്കെയാണ് പൊതുവിൽ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രയോഗ രൂപമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൊളോണിയലിസം എന്ന് പറയുന്നത്. അതിൻ്റെ ഇരകളായി തീർന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. അത് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ. ഈ കൊളോണിയലിസം എന്തെല്ലാമാണ് ചെയ്തതെന്നും അതിൻ്റെ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നും പോസ്റ്റ് കൊളോണിയലിസത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിൽ ഞാനത് അവതരിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ആ വിഷയത്തിലേക്ക് തൽക്കാലം ഇപ്പോൾ കൂടെ കടക്കുന്നില്ല. ഈ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് അഥവാ കൊളോണിയലിസം എന്നുള്ളത് വാസ്തവത്തിൽ അവസാനിച്ചു കഴിഞ്ഞോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിലേറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാമ്രാജ്യത്വം എന്ന് പറയുന്നത് അവസാനിച്ചിട്ടില്ല. സാമ്രാജ്യത്വ താല്പര്യങ്ങൾ അതിപ്പോഴും വളർന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഇന്ത്യ സ്വതന്ത്രമാവുന്ന കാലത്ത് ലോകത്ത് പ്രധാനമായിട്ടും രണ്ട് ചേരികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുതലാളിത്ത രാജ്യങ്ങളുടെ സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു ചേരിയും, മറ്റൊന്ന് റഷ്യയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ ഒരു ചേരിയും എന്ന നിലയ്ക്ക് വളരെ ശക്തമായ ഒരു ചേരി തിരിവ് തന്നെ അക്കാലത്ത് രാഷ്ട്രങ്ങൾക്ക് ഇടയിലുണ്ടായിരുന്നു. ഈ മുതലാളിത്തത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും കൊളോണിയലിസത്തിൻ്റെയൊക്കെ താല്പര്യങ്ങളെ വെല്ലുവിളിക്കുക എന്നുള്ളതായിരുന്നു അക്കാലത്തെ ഈ സോഷ്യലിസ്റ്റ് ചേരിയിലുള്ള രാഷ്ട്രങ്ങളുടെ ദൗത്യമായിട്ട് അവർ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും ആ രണ്ട് ചേരികൾക്കിടയിൽ പുതുതായി സ്വാതന്ത്ര്യം കിട്ടി വന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യ, ആ ഇന്ത്യയുടെ കൂടെ നിന്ന മറ്റ് ചില രാജ്യങ്ങൾ, അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചേരി ചേരാ നയം ആണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആശയം അവതരിപ്പിക്കുന്നത്. പണ്ഡിറ്റ് നെഹ്റുവാണ് അതിൻ്റെ ശില്പി എന്ന് നമുക്കറിയാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും അക്കാലത്ത് ഈ ലോകം ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി ആകുമ്പോഴേക്കും ഇങ്ങനെ ചേരികളായി തിരിഞ്ഞിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുതലാളിത്തത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കൂടുകയും അത് ഈ സോഷ്യലിസ്റ്റ് ചേരിയെ പരിപൂർണമായും തകർത്ത് തരിപ്പണമാക്കുകയും ഇന്ന് നമ്മൾ പറയുന്ന പോലെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഏക പോലീസ് അതിൻ്റെ കീഴിൽ ലോകം അമരുകയും ചെയ്ത സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറയുന്ന സാമ്രാജ്യത്വം എന്ന് പറയുന്നത് ഇന്ന് പ്രധാനമായും അതിന് നേതൃത്വം നൽകുന്നത് അമേരിക്കയാണ്. അമേരിക്ക എന്തുകൊണ്ടാണ് ഒരു സാമ്രാജ്യത്വ ശക്തിയായിട്ട്, അതായത് മൂലധനം പെരുപ്പിക്കുന്നതിന് വേണ്ടി പ്രദേശങ്ങളെ കീഴടക്കുകയും അതിലൂടെ വിഭവങ്ങളും മറ്റും കവർന്നെടുക്കുകയും ലോകത്തെമ്പാടും തങ്ങളുടെ ചരക്കുകൾ വിറ്റഴിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലുള്ള ലോക വ്യാപാര സംഘടന അങ്ങനെയുള്ള ധാരാളം സംവിധാനങ്ങളിലൂടെ തങ്ങളുടെ ലാഭം ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ഈ പ്രദേശങ്ങൾ കീഴടക്കി വിഭവങ്ങൾ സമാഹരിക്കുക, ഇത് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇസ്രായേൽ പലസ്തീന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്ക് പിന്നിൽ എല്ലാ തരത്തിലും അതിനുള്ള പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധിനിവേശം അത് ഇസ്രായേൽ നടത്തുന്നതല്ല, അത് ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അമേരിക്ക നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധിനിവേശം തന്നെയാണ്. അതൊരു കൊളോണിയലിസം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുടെ വ്യവസായ മൂലധന താല്പര്യങ്ങളാണ് അവിടെ സംരക്ഷിക്കപ്പെടുന്നത്. ഒന്ന്, അത് വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. മധ്യേഷ്യയിലെ പലസ്തീൻ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായൊരു സ്ഥലമാണ്. അവർക്ക് ചൈന പോലുള്ള വളർന്ന് വികസിതമായി കൊണ്ടിരിക്കുന്ന ചില വ്യവസായ രാജ്യങ്ങളെ അവർ സൃഷ്ടിക്കുന്ന ഭീതിയിൽ നിന്ന്
ഭീതിയെ പ്രതിരോധിക്കാൻ മധ്യേഷ്യയിൽ തീർച്ചയായിട്ടും പലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം അവർക്ക് ആവശ്യമാണ്. അതാണ് അതിലൊരു കാര്യം. അതുപോലെ എണ്ണ, അതാണ് ഇന്നത്തെ ലോക സാമ്രാജ്യത്വത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രലോഭനം എന്ന് പറയുന്നത് എണ്ണയാണ്. അപ്പോൾ ആ എണ്ണ എങ്ങനെ നമുക്ക് കൈവശം വെക്കാം, കാരണം അതൊരു പ്രധാന വിഭവമാണ്, ലാഭം ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് എണ്ണ എന്നവർക്കറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പലസ്തീൻ അവരുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായി തീരുന്നത്. അതിനുവേണ്ടി അവർ ഈ മതപരമായിട്ടുള്ള സംഗതികളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വെനിസ്വലയിൽ അമേരിക്ക നടത്തിയിട്ടുള്ള കടന്നാക്രമണവും സാമ്രാജ്യത്വത്തിൻ്റെ തന്നെ ഉദാഹരണം തന്നെയാണ്. അവിടെയും എണ്ണയാണ് താല്പര്യം. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അമേരിക്ക അതിൻ്റെ ടെറിറ്റോറിയൽ എക്സ്പാൻഷൻ തന്നെയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ പോലുള്ള രാജ്യങ്ങളെ അവർക്ക് പ്രതിരോധിക്കണം, കാരണം അത് അമേരിക്കയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതിനൊക്കെ ഈ പലസ്തീൻ ആവശ്യമാണ്. അതേപോലെ ക്യൂബ ഈ ഒരു സോഷ്യലിസ്റ്റ് ചേരിയിൽ നിന്നുകൊണ്ട് അതിപ്പോഴും അതിൻ്റെ ഒരു പാരമ്പര്യം നിലനിർത്തുന്ന ഒരു ചെറിയ രാജ്യമാണ്. പക്ഷേ അത്തരം രാജ്യങ്ങളെയൊക്കെ ഒതുക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. കാരണം ആശയപരമായി തങ്ങളെ പ്രതിരോധിക്കുന്ന ഈ പറയുന്ന ഇറാൻ പോലുള്ള രാജ്യങ്ങൾ, ക്യൂബ പോലുള്ള രാജ്യങ്ങൾ, അത്തരം രാജ്യങ്ങളെ തകർക്കാൻ അവർക്ക് ചില സ്ട്രാറ്റജിക്കായിട്ടുള്ള സ്ഥലങ്ങൾ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ എണ്ണ അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഭവം ആണ്. അവർ മുന്നിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ നവലിബറൽ നയങ്ങൾ വാസ്തവത്തിൽ ലോകത്തുടനീളം, ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന നിരവധി കരാറുകളെപ്പറ്റി നമുക്കറിയാം. ഇപ്പോൾ ആസിയാൻ കരാർ പോലുള്ള കരാറുകളെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം ചർച്ച ചെയ്താണ്. അതുപോലെ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആശയങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലെ ഭരണകൂടവും ഈ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്കനുസരിച്ച് തൊഴിൽ നിയമങ്ങളിൽ, കാർഷികോൽപാദന മേഖലയിൽ എല്ലാം പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഇന്നത്തെ ഈ സാമ്രാജ്യത്വം ചെയ്യുന്നത് അവർ നേരിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നില്ലെങ്കിലും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഈ പാവ ഭരണകൂടങ്ങളെ ഓരോരോ രാജ്യങ്ങളിൽ സ്ഥാപിക്കുകയും അങ്ങനെ നേരിട്ട് അവരുടെ മിലിറ്ററിയോ അല്ലെങ്കിൽ അവരുടെ സന്നാഹങ്ങളോ നമ്മുടെ രാജ്യത്തില്ലെങ്കിലും ഈ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു അദൃശ്യമായ സാന്നിധ്യവും അധീശത്വവും നമ്മുടേതുപോലെ സ്വതന്ത്രമായി എന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളിൽ പോലും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇത് നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്, പണപ്പെരുപ്പത്തിന് കാരണമായി തീരുന്നുണ്ട്. അങ്ങനെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ മുതലാളിത്തത്തെപ്പറ്റി ഉള്ള മാർക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം, മുതലാളിത്തം അതിൻ്റെ തന്നെ വളർച്ചയ്ക്കിടയിൽ പലതരം പ്രതിസന്ധികളിൽ ചെന്ന് വീഴും. അങ്ങനെ പ്രതിസന്ധികളിൽ ചെന്ന് വീഴുമ്പോഴാണ് നമ്മൾ സാധാരണ പറയുന്ന ഈ റിസഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതുണ്ടാവുന്നത്, സാമ്പത്തിക മാന്ദ്യം സംഭവിക്കുന്നത്. പക്ഷേ ഈ സാമ്പത്തിക മാന്ദ്യം ഒക്കെ മറികടക്കാൻ മുതലാളിത്തം എല്ലായ്പ്പോഴും അതിൻ്റെ തന്നെ ചില സ്ട്രാറ്റജികൾ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് വാസ്തവത്തിൽ ഈ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. അപ്പോൾ മുതലാളിത്തത്തിൻ്റെ തന്നെ അകത്തുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങളെ മറികടക്കാൻ അത് കണ്ടെത്തുന്ന പുതിയ വഴികളാണ് ഈ പറഞ്ഞ ടെറിറ്റോറിയൽ എക്സ്പാൻഷനും യുദ്ധവും എല്ലാം. അതൊക്കെ സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ആയുധ കച്ചവടമാണ്. അപ്പോൾ പെൻറ്റഗൺ പോലെ അമേരിക്കയിലുള്ള ഒരു ആയുധ നിർമ്മാണ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കാൻ യുദ്ധം അനിവാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ വിഭവങ്ങൾ, ആയുധങ്ങളെല്ലാം വിറ്റഴിക്കാനും, ആയുധം വിൽക്കാൻ വേറെ സന്ദർഭമില്ലല്ലോ, യുദ്ധം തന്നെയല്ലോ. അപ്പോൾ പലസ്തീനികളുടെ മുകളിൽ വന്നു വീഴുന്ന ഓരോ ബോംബും അല്ലെങ്കിൽ ഓരോ മിസൈലുകളും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഭാഗമായി പാരിസ്ഥിതികവും മാനവികവുമായ വലിയ ഛേദങ്ങളാണ് മനുഷ്യ സമൂഹത്തിനും മനുഷ്യ നാഗരികതയ്ക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സാമ്രാജ്യത്വവും അതിൻ്റെ പ്രയോഗരൂപമായ കൊളോണിയലിസവും ലോകത്തിന് വലിയ നാശങ്ങളാണ് വിതച്ചിട്ടുള്ളത്. ലോകയുദ്ധങ്ങൾക്ക് തന്നെ കാരണമായി തീർന്നതാണ്. നമ്മുടേതുപോലെ ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള എത്രയോ ജനതകളെ എത്രയോ കാലം അവർ ചൂഷണം ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഇവിടെ നിന്നുള്ള വിഭവങ്ങളെ ചോർത്തി കൊണ്ടുപോകുന്നതിനെക്കുറിച്ചാണ്
ആദ്യകാല ദേശീയവാദികളായിട്ടുള്ള പലരും പ്രധാനമായി അവരുടെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഗോവിന്ദ റാനഡയെ പോലുള്ള ആളുകളുടെ പഠനം തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ തദ്ദേശീയമായ വിഭവങ്ങൾ കവർന്നു കൊണ്ടുപോകുന്നത്, അങ്ങനെ ഈ കോളനികളെല്ലാം പാപ്പരീകരിക്കപ്പെടുകയും അവർ വലിയ ദാരിദ്ര്യത്തിൽ ചെന്ന് വീഴുകയും വലിയ പട്ടിണി സംഭവിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം ബംഗാൾ ക്ഷാമമൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്. എത്രയോ കാലം നമ്മൾ അരി കിട്ടാതെ നമ്മളെ പഴയ പൂർവികർ പറയണത് കേൾക്കാം. അരിയില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, അന്ന് നമ്മൾ കപ്പയും അതുപോലെ ചാമയും ഒക്കെ കൃഷി ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നതെന്നൊക്കെ പഴയ കാരണവന്മാർ പറയും. ഇതിൻ്റെ പുറകിലൊക്കെ ഉള്ളത് വാസ്തവത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ലാഭക്കൊതിയായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ഇന്ത്യയാണ് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് നമുക്ക് ലഭിച്ചത്. അങ്ങനെയുള്ളൊരു രാജ്യത്തെ ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് വികസിപ്പിച്ചു കൊണ്ടുവരാനാണ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഇന്ത്യൻ ഗവൺമെൻറ് ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യ പിന്തുടർന്ന എല്ലാ നയങ്ങളും വാസ്തവത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധമായ രാഷ്ട്രനിർമ്മാണത്തിൻ്റെ യുക്തിയിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പം ഇങ്ങനെ പക്ഷേ ആ രാഷ്ട്രനിർമ്മാണ യുക്തിയിൽ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ സാമ്രാജ്യത്വ ശക്തികൾ വീണ്ടും കടന്നു വരികയും നമ്മുടേതുപോലുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് വളരെ ആശങ്കാജനകമായൊരു അന്തരീക്ഷമാണ്. ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തെ സൂക്ഷ്മമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെയും കൊളോണിയലിസത്തിൻ്റെയും തന്ത്രങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാം കാണുന്നതിനപ്പുറം ഈ താല്പര്യങ്ങൾ, മൂലധന താല്പര്യങ്ങൾ നമ്മുടെ പ്രവൃത്തികളിലും ചിന്തകളിലും എല്ലാം നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.